SCERTയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സും അതിൻ്റെ മീനിങ്ങുമാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പുട്ട് എക്രോസ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് അർത്ഥം. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് അർത്ഥം. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് എവേ എന്നാണ് അർത്ഥം. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് എവേ എന്നാണ് അർത്ഥം. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ്. പുട്ട് എക്രോസ്, കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അസൈഡ്, കീപ്പ് എവേ. പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ്. ഇനി പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് എ പ്ലാൻ എന്നാണ് അർത്ഥം. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് എ പ്ലാൻ എന്നാണ് അർത്ഥം. അതുകൂടാതെ പ്രപ്പോസ് എ പ്ലാൻ അല്ലെങ്കിൽ തിയറി ഓർ ഐഡിയ ഓഫ് കൺസിഡറേഷൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പിന്നെ പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നാണ് അർത്ഥം. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നാണ് അർത്ഥം. പുട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് എന്നാണ് അർത്ഥം. പുട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ പുട്ടിൻ എന്ന് പറയുന്നതിന് ബ്രിങ് ഇൻ എന്നൊരു അർത്ഥമുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്റ്റ് എന്നുണ്ട് അർത്ഥം. അതേപോലെ ബിൽഡ് എന്നുണ്ട്. പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്റ്റ് ഓർ ബിൽഡ്. പുട്ടപ്പ് വിത്ത് എന്തായിരുന്നു? ടോളറേറ്റ് ആയിരുന്നു. പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്റ്റ് ഓർ ബിൽഡ് എന്നർത്ഥമുണ്ട്. പുട്ടിൻ എന്ന് പറഞ്ഞാൽ മേക്ക് അല്ലെങ്കിൽ ബ്രിങ് ഇൻ എന്നർത്ഥമുണ്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നർത്ഥമുണ്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നർത്ഥമുണ്ട്. അതേപോലെ ഡിലേ എന്നൊരു അർത്ഥമുണ്ട്. ഓക്കെ ആണല്ലോ. ഡിലേ ആൻഡ് ഇവൻറ്റ് ഓർ ആക്ഷൻ എന്നൊക്കെ അർത്ഥമുണ്ട് പുട്ട് ഓഫിന്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നർത്ഥമുണ്ട്. അതേപോലെ ഡിലേ ആൻഡ് ഇവൻറ്റ് അല്ലെങ്കിൽ ഡിലേ ആൻഡ് ആക്ഷൻ എന്നൊക്കെ അർത്ഥമുണ്ട്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് എ പ്ലാൻ എന്നർത്ഥമുണ്ട്. അതുകൂടാതെ പുട്ട് ഫോർവേഡിനുള്ള വേറെ അർത്ഥങ്ങളാണ് പ്രപ്പോസ് എ പ്ലാൻ, അതുപോലെ തിയറി ഫോർ കൺസിഡറേഷൻ. ഓക്കെ ആണല്ലോ. തിയറി ഓഫ് കൺസിഡറേഷൻ. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അക്സെപ്റ്റ് ആൻഡ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ എന്നും അർത്ഥമുണ്ട്. അക്സെപ്റ്റ് ആൻഡ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ഓർ പേഴ്സൺസ് എന്ന് പറയാം. അതേപോലെ പുട്ട് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് എവേ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ സേവ് ഇറ്റ് ഫോർ ലേറ്റർ യൂസ്. ഓക്കെ ആണല്ലോ. സേവ് ഇറ്റ് ഫോർ ലേറ്റർ യൂസ് എന്ന് പറയാം. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സക്സസ്ഫുള്ളി സോ ദാറ്റ് പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നുണ്ട്. ഓക്കെ ആണല്ലോ. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ആണ്. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞാൽ കീപ്പ് എവേ എന്നർത്ഥമുണ്ട്. അതേപോലെ സേവ് ഇറ്റ് ഫോർ ലേറ്റർ യൂസ് എന്നർത്ഥമുണ്ട്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ആൻഡ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് എ പ്ലാൻ, പ്രപ്പോസ് എ പ്ലാൻ, അല്ലെങ്കിൽ തിയറി ഫോർ കൺസിഡറേഷൻ എന്നും പറയാം. മീനിങ് ഉണ്ട്. അതുപോലെ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ അല്ലെങ്കിൽ ഡിലേ എന്നാണ്. പുട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക്, ബ്രിങ് ഇൻ എന്നൊക്കെ അർത്ഥമുണ്ട്. പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്റ്റ് ഓർ ബിൽഡ് എന്ന അർത്ഥമുണ്ട്. ഓക്കെ, ബാക്കി ഫ്രേസൽ വെർബ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.